ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് താമരശ്ശേരി രൂപത. ഇടവകകളിലെ കുടുംബ കൂട്ടായ്മകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. ചിത്രം ഉടൻ പ്രദർശിപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായി തലശ്ശേരി അതിരൂപതയും രംഗത്തെത്തി. ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് താമരശ്ശേരി രൂപതയുടെ വിശദീകരണം. ഇലക്ഷൻ പ്രചരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയായിട്ട് ഞാൻ കാണുകയാണ്. സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും ആ വിഷയത്തെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകാതിരിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഡൈവേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണ് എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമ കാണാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കുഴിച്ചുവിടാൻ ഇട്ടുകൊണ്ട് അത് വിവാദമാക്കി മുമ്പോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. RSS സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായ സിനിമയ്ക്ക് കൂടുതൽ പ്രചാരണം കൊടുക്കുന്നതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശമുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സിനിമ നിരോധിക്കണമെന്ന നിലപാട് CPM-ന് ഇല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരള സ്റ്റോറി എന്നത് BJP-യുടെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായി വന്നതാണ്. നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു പ്രചരണ സാധനമാണത്. അതിന്റെ ഭാഗമായി സിനിമയെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നാടിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ക്രൈസ്തവ സഭയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അത് സംബന്ധിച്ചുള്ള അടുത്ത നിലപാട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് 3 ഉള്ളടക്കമാണ്. ഒന്ന്, അത് മുസ്ലിം വിരുദ്ധമാണ്. 2, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. 3, അത് കേരള വിരുദ്ധമാണ്. ഈ 3 ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവും ഇല്ലാത്ത RSS അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോഹല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഇനി കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല ദ കേരള സ്റ്റോറി. അത് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളതിനെ ശക്തിയായിട്ട് എതിർത്തത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്നും. സജോ, ഇടുക്കി തുടങ്ങി താമരശ്ശേരി, തലശ്ശേരി അങ്ങനെ രൂപതകളിലേക്ക് ഈ ചിത്രം എത്തുകയാണ്, അത് പ്രദർശിപ്പിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വലിയ ചർച്ചയാകുന്നു. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ വരുന്നു. സഭാ നേതൃത്വം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ വിമർശനങ്ങളെ അവഗണിക്കുന്നു, അത് കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ കൂടുതൽ രൂപതകളിലേക്ക് ഈ ചിത്രം എത്തുന്നു, അല്ലെങ്കിൽ എത്തണമെന്ന് സഭാ നേതൃത്വം തന്നെ ആഗ്രഹിക്കുന്നു എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്? വിജയകുമാർ, ഇടുക്കിയിലാണ് കേരള സ്റ്റോറി ചിത്രത്തിന്റെ പ്രദർശനത്തിന് തുടക്കമിട്ടത്. അതിനെ സിറോ മലബാർ സഭയുടെ രൂപതകളാണ് 3, അതായത് ചിത്രം പ്രദർശിപ്പിക്കുകയോ പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുകയോ ചെയ്ത 3 രൂപതകളും സിറോ മലബാർ സഭയുടെ രൂപതകളാണ്. സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക നേതൃത്വം ഏതെങ്കിലും നിലയ്ക്ക് ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരു രൂപതയിൽ ആരംഭിച്ചു ഇടുക്കിയിൽ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ആദ്യം കാണിക്കുന്നു. പിന്നീട് താമരശ്ശേരി രൂപത കുടുംബ കൂട്ടായ്മകൾ വഴി ചിത്രം പ്രദർശിപ്പിക്കുന്നു, കൂടുതൽ പ്രദർശനത്തിന് വഴിയൊരുക്കുന്നു. അതിന് പിന്നാലെ തലശ്ശേരി അതിരൂപതയുടെ KCYM ഘടകവും തങ്ങളുടെ യൂണിറ്റുകളിൽ ചിത്രം പ്രദർശിപ്പിക്കും എന്ന നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നത് ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചിത്രം കാണിക്കുന്നു, അതിനുള്ള മൗലിക അവകാശമുണ്ട്. പക്ഷേ അതിന് പിന്നാലെ വലിയ കടന്നാക്രമണം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇടുക്കി രൂപതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടു കൂടിയാണ് ആദ്യം ചിത്രം മറ്റിടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒപ്പം ഇതൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ്, സിനിമ കാണുന്നത് മൗലിക അവകാശമാണെന്നൊക്കെ അവർ വാദിക്കാൻ ശ്രമിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ സിറോ മലബാർ സഭയുടെ വക്താവും അങ്ങനെ ഏതെങ്കിലും ചിത്രം പ്രദർശിപ്പിക്കാനോ കാണാനോ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ എന്ന് ചോദിക്കുന്നു, തള്ളുന്നില്ല. KCYM ഘടകങ്ങളും സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളും വരെ ഇക്കാര്യത്തിൽ ഒരേ നിലപാട് തന്നെ സിറോ മലബാർ സഭയുടെ കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. എതിർ ശബ്ദങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല എന്നതുകൂടിയും കാണണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന സമയം തന്നെയാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചത് എന്നത് പ്രധാനമായും എടുത്തു കാണേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഈ ചിത്രം പ്രചരിപ്പിക്കുന്നത് ഉണ്ടാക്കുന്ന സജീവ ചർച്ചകളും വിവാദങ്ങളും ഏത് നിലയ്ക്ക് പ്രതിഫലിക്കും, അതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ സജീവമാണ്. പക്ഷേ സഭാ നേതൃത്വം, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് വെക്കേഷൻ കാലമാണ്. ഇടുക്കിയിൽ അത് കാണിച്ചത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കാറ്റക്കിസം പഠനത്തിന്റെ ഭാഗമായി വെക്കേഷൻ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കേരള കത്തോലിക്ക മെത്രാൻ സമിതി നേതൃത്വമോ അല്ലെങ്കിൽ സിറോ മലബാർ സഭയുടെ ഹൈറാർക്കിയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ നിലയിൽ സംസാരിക്കേണ്ടവരൊന്നും ഇതിൽ ഈ ദിവസങ്ങളിൽ പ്രതികരിക്കുന്നില്ല. എന്നാൽ അവരുടെയൊക്കെ മൗനം ഇത് പ്രദർശിപ്പിക്കുന്നതിനെ അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ അത് തടയുന്നില്ല
എന്ന സൂചന തന്നെയല്ലേ നൽകുന്നത്? അത് സഭാതലത്തിൽ നേതൃത്വത്തിൽ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ രൂപതകൾ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തിക്കൂടെ? വിജയകുമാർ, ഒരു കാര്യം ഉറപ്പാണ്, രൂപതകളിൽ ചിത്രം ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി പ്രചരിപ്പിക്കണമെങ്കിൽ ഔദ്യോഗിക നേതൃത്വത്തിന്റെ കൃത്യമായ അനുമതി ഉണ്ടാകണം. അതായത് അക്കാര്യത്തിൽ കൃത്യമായ തീരുമാനമുണ്ട്. സഭയുടെ നേതൃത്വം പൊതുവിൽ മൗനം പാലിക്കുമ്പോഴും അവർ അതിനെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യം ഉറപ്പാണ്. ഏതെങ്കിലും നിലയ്ക്ക് തള്ളിപ്പറയുകയോ തടയുകയോ ചെയ്യുന്നില്ല. സഭ ഇക്കാര്യത്തിൽ കേരള സ്റ്റോറി ചിത്രം പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ സിറോ മലബാർ സഭ ഏതായാലും സഭാ നേതൃത്വത്തിന് അനുകൂലമായൊരു നിലപാടുണ്ട് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തുകയും വേണം. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള പലതരം വിഭജനങ്ങളുടെ തുടർച്ച എന്നുകൂടി കാണണം. അതിന് കുറേയധികം ലോങ് പ്രോസസ്സ് തന്നെ അക്കാര്യത്തിലുണ്ട്. അതിൽ നേരത്തെ സഭയുടെ ഔദ്യോഗിക സർക്കുലറിൽ ലവ് ജിഹാദ് എന്ന പദം ഇടം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം തുടർച്ചയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുക എന്ന നിലയിലേക്ക് തന്നെ സഭയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് നിലപാടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുകയും ചെയ്യാമായിരുന്നു. ഇടുക്കി രൂപതയുടെ വക്താവ് തന്നെ പ്രതികരിക്കുന്നു. താമരശ്ശേരി രൂപതയുടെ വക്താവും ഈ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. തലശ്ശേരി അതിരൂപതയുടെ KCYM ഡയറക്ടർ തന്നെ നമ്മളോട് പറഞ്ഞത് ചിത്രം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ആ നിലയ്ക്ക് സഭയ്ക്ക് ഇക്കാര്യത്തിൽ ഇതുമായി മുന്നോട്ട് പോകും എന്ന ഉറച്ച നിലപാട് തന്നെയാണുള്ളത്. വിവാദം ഒരു വശത്ത് കൊഴുക്കുന്നു, രാഷ്ട്രീയ ചർച്ചകൾ കൊഴുക്കുന്നു, അതൊക്കെ ഒരു വശത്ത് സജീവമായി വിമർശനങ്ങളും നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പിന്നോട്ട് പോക്ക് ഇല്ല എന്ന് മാത്രമല്ല, നേരത്തെ വലിയ വിമർശനങ്ങൾ ഇടുക്കി രൂപതയുടെ കാര്യത്തിൽ ഉണ്ടായപ്പോൾ അതിനൊരു പിന്തുണ അറിയിക്കൽ കൂടിയാണ് മറ്റിടങ്ങളിലെ പ്രദർശനം എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. യെസ്, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ, അതിനുശേഷം താമരശ്ശേരി, ഇപ്പോൾ തലശ്ശേരി, ഈ 3 രൂപതകളും ഈ ചിത്രം പ്രദർശിപ്പിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ ഈ പുറത്തു നടക്കുന്ന വിമർശനങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് ആ സഭാ നേതൃത്വം, ഈ രൂപതാ നേതൃത്വം അക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണവും. മറ്റു ചില പ്രധാനപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ജയിക്കാൻ പാടില്ലെന്ന് പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി. താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. BJPയുടെ കേരളത്തിലെ സുവർണകാലം കഴിഞ്ഞു. 2019 പിടിച്ച അത്രയും വോട്ട് ഇത്തവണ ഒരിടത്തും BJPക്ക് ലഭിക്കില്ലെന്നും എല്ലാ മണ്ഡലങ്ങളിലും BJP 3ാം സ്ഥാനത്താകുമെന്നും AK ആന്റണി പ്രതികരിച്ചു. മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട, എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് സംസാരിക്കില്ല. എനിക്ക് പാട്ട് തോക്കണം. അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റോ ആന്റണി ജയിക്കണം. അതാണ് AK ആന്റണി കോൺഗ്രസ് ആണ്. എൻ്റെ മതം കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ്. ഇപ്പോൾ AK ആന്റണിയുടെ പരാമർശങ്ങളോട് മകൻ അനിൽ കെ ആന്റണി പത്തനംതിട്ടയിൽ 2014-2021 കേരളത്തിലെ ആരെയൊക്കെ മുഖ്യമന്ത്രിയാക്കാൻ ഇവരൊക്കെ ശ്രമിച്ചത് നടന്നോ? പിന്നെ ഇവർ പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നോ? ഇതൊക്കെ അനിൽ ആന്റണിയുടെ വിജയിക്കാൻ പോവുകയാണ്. ഇത് കണ്ട് വിളറി പൂണ്ട കോൺഗ്രസ്സുകാർ ഇങ്ങനെ. യെസ്, സലീം മാലിക് വിവരങ്ങൾ നൽകും. നമുക്ക് അല്പസമയത്തിനകം അനിൽ കെ ആന്റണിയുടെ പ്രതികരണത്തിലേക്ക് മടങ്ങി വരാം. സലീമ, ഇവിടെ AK ആന്റണി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങളെ കാണുന്നു. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് പലപ്പോഴും AK ആന്റണിയെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഈ രംഗപ്രവേശത്തോടെയാണ്. അത് പിന്നീട് വലിയ ചർച്ചയാകുകയും ചെയ്യാറുണ്ട്. ഇത്തവണ BJPക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായത്. അത് മകൻ അനിൽ കെ ആന്റണിയെ മുൻനിർത്തിക്കൂടിയായിരുന്നു ആ പരാമർശവും വിമർശനവും ഉണ്ടായത്. എന്താണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ഊന്നൽ? എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിച്ചു?
വിജയകുമാർ, AK ആന്റണി നേരത്തെയും മകൻ അനിൽ ആന്റണിയുടെ BJP പ്രവേശനത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് ഇതാദ്യമാണ് എന്നുള്ളതാണ്. സമീപകാലത്ത് AK ആന്റണി നടത്തിയതിൽ വെച്ച് ഏറ്റവും പൊളിറ്റിക്കലായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു കഴിഞ്ഞുപോയത്. അതിൽ തന്നെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഏറ്റവും കൂടുതൽ ആക്രമിച്ച് സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകരുടെ മകനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയായിരുന്നു AK ആന്റണി ചെയ്യാറ് പതിവ്. പക്ഷേ ഇന്ന് അങ്ങനെയായിരുന്നില്ല. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി പരാജയപ്പെടും, അത് മാത്രമല്ല 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. അവിടെ ഒരു സംശയവുമില്ല, താൻ പ്രചരണത്തിന് പോയാലും ഇല്ലെങ്കിലും ആന്റണി അവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല ഈ മുതിർന്ന നേതാക്കളുടെ മക്കളൊക്കെ BJPയിലേക്ക് ചേരുന്നത്, കോൺഗ്രസ് നേതാക്കളുടെ മക്കളൊക്കെ BJPയിലേക്ക് ചേരുന്നത് തിരിച്ചടിയാവില്ലേ എന്ന ചോദ്യത്തിനാണ് മക്കളെക്കുറിച്ച് തന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എന്നൊരു വലിയ വിമർശനം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തത്. അങ്ങനെ BJPക്ക് 2019 സുവർണ കാലഘട്ടം. അപ്പോൾ കിട്ടിയതിന്റെ പകുതി പോലും സീറ്റ് കേരളത്തിൽ, അത്രയും കിട്ടിയതിന്റെ പകുതി പോലും വോട്ട് കേരളത്തിൽ ലഭിക്കില്ല എന്നുകൂടി AK ആന്റണി പറയുകയും ചെയ്യുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഏറ്റവും അവസാന സ്ഥാനത്ത് 3ാം സ്ഥാനത്താവുകയും ചെയ്യും BJP എന്നുകൂടി പറയുന്നു. മാത്രമല്ല സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. മുഖ്യമന്ത്രി ഭരണഘടനയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയാണ്. പക്ഷേ ഈ ഭരണഘടനയെ തകർക്കാൻ കൂട്ടുനിന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഭരണഘടനാ സമിതിയിൽ പൂർണ്ണമായും സ്വാതന്ത്ര്യമുള്ളവരായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. അന്നൊന്നും ഈ ഭരണഘടന തയ്യാറാക്കുമ്പോഴൊന്നും അതിൽ കാര്യമായ മറ്റ് ദുരുദ്ദേശപരമായ ഇടപെടലുകളൊന്നും കോൺഗ്രസ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള അർഹത കോൺഗ്രസിനും ഡോക്ടർ BR അംബേദ്കറിനും മാത്രമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല എന്ന നിലയിൽ പിണറായി വിജയനെതിരെയും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസിനെ RSSന്റെ ഒപ്പം ചേർക്കാനാണ് BJPയുടെ ശ്രമം. പക്ഷേ തന്നെ കൊണ്ട് പഴയ ചരിത്രമൊന്നും പറയിക്കരുത്. 1977 തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ പ്രചരണത്തിനെത്തിയത് ആരാണ്, 89 VP സിംഗിന്റെ വീട്ടിൽ നിരന്തരം ഭക്ഷണം കഴിക്കാനായി പോയത് ആരാണ് എന്നുൾപ്പെടെയുള്ള ചരിത്രം തന്നെ കൊണ്ട് പറയിക്കരുത് എന്നുകൂടി പിണറായി വിജയനോട് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അങ്ങനെ CPM-നെയും BJPയെയും പ്രത്യേകിച്ചും മകൻ അനിൽ ആന്റണിയും ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. വിജയകുമാർ. യെസ്, BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി ജയിക്കാൻ പാടില്ല എന്നാണ് പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി പറഞ്ഞത്. താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ UDF സ്ഥാനാർത്ഥി ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. BJPക്ക് കേരളത്തിൽ 2019 ലഭിച്ച അത്രയും വോട്ട് പോലും ലഭിക്കും. എല്ലാ മണ്ഡലങ്ങളിലും 3ാം സ്ഥാനത്തായിരിക്കുമെന്നും AK ആന്റണി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇതിനോടുള്ള പ്രതികരണം അനിൽ ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അല്പസമയത്തിനകം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ വീണ്ടും രാജി. കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പലിന് പിന്നാലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം ഉൾപ്പെടെ 5 പേർ കൂടി പാർട്ടി വിട്ടു. മോൻസ് ജോസഫിന്റെ നിലപാട് ചോദ്യം ചെയ്താണ് കൂട്ടരാജി. മോൻസിനെ നിയന്ത്രിച്ചാൽ പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് തടയാൻ PJ ജോസഫിന് കഴിയുമെന്ന് രാജിവെച്ച നേതാക്കൾ പറഞ്ഞു. അല്ല, അത്തരത്തിലൊന്നും ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നു. എനിക്ക് മാനസികമായി താങ്ങാനാവാത്ത ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ രാജിവെച്ചു. അത് വരും കാലങ്ങളിൽ ഞാനുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളോട് ആലോചിച്ച്, നമ്മുടെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ആലോചിച്ച് വേണമെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് അപ്പോൾ കടന്നു. ഈ പാർട്ടിയിൽ മോൻസിന്റെ ഒരു അപ്രമാദിത്യമാണ് നടക്കുന്നത്. ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചാൽ പുള്ളി ഫോൺ എടുക്കില്ല. ഞാൻ സംഘടനാ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഫോൺ വിളിക്കുന്നത്. പക്ഷെ പാർട്ടി കമ്മിറ്റി 10 മണിക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ 10 മണിക്ക് എത്തിയിരിക്കും. പാർട്ടിയുടെ ചെയർമാൻ PJ സാർ 10 മണിക്ക് വരും. പുള്ളി 11:30 വരും. 11:30 വന്ന് ഒരു പ്രസംഗിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റി പിരിച്ചുവിടും. പാർട്ടിയിലുള്ള ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് അഭിപ്രായം പറയാൻ പോലുള്ള സ്വാതന്ത്ര്യം പാർട്ടിയിലില്ല. അതേസമയം സജി മഞ്ഞക്കടമ്പിൽ പോയപ്പോൾ നേതാക്കൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നായിരുന്നു മോൻസ് ജോസഫിന്റെ മറുപടി. തിരിച്ചു വന്നാൽ സജി മഞ്ഞക്കടമ്പലിനെ സ്വീകരിക്കുമെന്ന് PJ ജോസഫും പ്രതികരിച്ചു. പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ആരും പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ പ്രവർത്തനം നിർത്തിവെച്ചവർ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് വരുന്നു എന്നാണ് പാലായിൽ പോലും കാണാൻ കഴിയുന്നത്. അല്ല, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി PJ ജോസഫിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുക. PJ ജോസഫിന്റെ CF തോമസിന്റെയും KM മാണി സാറും PJ ജോസഫ് സാറും CF തോമസ് സാറും ചേർന്ന് ഒന്നിപ്പിച്ച കേരള കോൺഗ്രസിനെ ഭിന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകൾ ഇനിയെങ്കിലും അവരുടെ തെറ്റ് തിരുത്തി യഥാർത്ഥ കേരള കോൺഗ്രസിലേക്ക് ഈ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഇല്ലില്ല, അങ്ങനെ അതിന്റെ പേരിൽ ആരും പോയിട്ടില്ല. ചില വികാരപ്പെട്ടു പോയിന്നപ്പുറത്ത് അതിനൊന്നുമില്ല, അടിസ്ഥാനമുള്ള ഒരു കാര്യമില്ല. വന്നാൽ സ്വീകരിക്കത്രേ ഉള്ളൂ.
അതിനിടെ മുൻ MLA-യും കേരള കോൺഗ്രസ് നേതാവുമായ PM മാത്യു UDF-നായി പ്രചാരണത്തിനിറങ്ങുകയും ചെയ്തു. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ജോസഫ് ഗ്രൂപ്പിൽ കോട്ടയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇതിൽ ആരോപണങ്ങൾ ആകെ ഉയരുന്നത് മോൻസ് ജോസഫിനെതിരെയാണ്. PJ ജോസഫ് അക്കാര്യത്തിൽ ആരോപണങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ആളുകൾ പുറത്തേക്ക് വരും എന്ന് സജിയും പ്രസാദും ഒക്കെ പറയുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? വിജയകുമാർ, തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കോട്ടയത്തെ കേരള കോൺഗ്രസ് പോകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സജി മഞ്ഞക്കടമ്പിൽ എന്നൊരു നേതാവ് മാത്രമാണ് പാർട്ടി വിട്ടത് എന്നുള്ള ഒരു നിലപാടായിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേരള കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ UDF നേതാക്കളും പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്ന ഒരു സാഹചര്യം, സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം അടക്കം 5 പേർ പാർട്ടി വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. സജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സജി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളുകളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ രാജിവെക്കുമെന്നുള്ളൊരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഇത് വലിയതാര് ചെറിയതാര് എന്നുള്ളതല്ല, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാജി വരുന്നത് അത് UDF-നെയും കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അനുനയ ശ്രമങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് പൂർണ്ണമായും ഒഴിവാക്കി അല്ലെങ്കിൽ അവസാനിപ്പിച്ചു എന്നാണ്. പക്ഷേ ഇത്തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് അത് UDF-ന് കാര്യമായി ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് സജീവ് മഞ്ഞക്കടമ്പിലിന്റെ പ്രതികരണം എടുക്കുമ്പോൾ തന്നെ MM ഹസൻ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അനുനയ ശ്രമങ്ങൾ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണി വിഭാഗം വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് നിലപാട് ശരി. ടോബി, എന്തായാലും വരുന്ന ദിവസങ്ങൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് പാർട്ടിയിൽ നിന്ന് കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകുന്നത് എന്നത് ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ സൂചന തന്നെയായാണ് കോട്ടയം ബ്യൂറോ വിലയിരുത്തുന്നത്. ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു MLA-ക്കെതിരെ സംസ്ഥാന സർക്കാർ. കേസ് റദ്ദാക്കണമെന്ന ആന്റണി രാജു MLA-യുടെ അപ്പീൽ തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. R രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ആർക്കെ, എന്തൊക്കെയാണ് സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്? വിജയൻ, ഇനി 3 കേസുകൾ കൂടി കഴിഞ്ഞാൽ ആന്റണി രാജുവിൻ സമർപ്പിച്ച ഹർജി കോടതി പരിഗണിക്കാനായിട്ട് പോവുകയാണ്. ഈ തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി നിശിതമായിട്ടുള്ള വിമർശനം നടത്തിയിരുന്നു. പ്രതിയെ സഹായിക്കാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിനെതിരായി കോടതി ചോദിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് എതിർ സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കാൻ നിർബന്ധിതരായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിന്റെ ഉള്ളടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതികൾ സമർപ്പിച്ചിരിക്കുന്ന ഹർജി അത് അടിസ്ഥാനപരമായി വസ്തുതകളുമായി യോജിക്കുന്നതല്ല, അതുകൊണ്ട് ഹർജി തള്ളണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ തൊണ്ടിമുതൽ കാണാതായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നടന്ന അന്വേഷണം അത് വസ്തുതാപരമായിട്ടുള്ളതാണ് എന്ന രീതിയിൽ സമർത്ഥിക്കുന്നതാണ് ഈ സത്യവാങ്മൂലം. ഏതാണ്ട് 3ാമത്തെ കേസായി ഇനി കോടതി ഈ കേസ് കേൾക്കാൻ പോവുകയാണ്. വിജയ്, ആന്റണി രാജു MLA-യുടെ അപ്പീൽ തള്ളണമെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യവാങ്മൂലമാണ് സർക്കാർ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വണ്ടിത്താവളത്ത് വീട്ടിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ പ്രതി ഉടൻ കോടതിയിൽ ഹാജരാക്കും. അബ്കാരി ആക്ട് പ്രകാരമാണ് കേസ്. 5 ലിറ്റർ വിദേശ മദ്യമാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയത്. 24 വാർത്തയ്ക്ക് പിന്നാലെ മന്ത്രിമാരായ MB രാജേഷും K കൃഷ്ണൻകുട്ടിയും അടിയന്തര റിപ്പോർട്ട് തേടിയതോടെയാണ് എക്സൈസിന്റെ നടപടി. മിന്നൽ പരിശോധനയ്ക്ക് പിന്നാലെ മദ്യവിൽപ്പന കേന്ദ്രം അടച്ചുപൂട്ടി. വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് 24-നെ മന്ത്രി K കൃഷ്ണൻകുട്ടി അഭിനന്ദിച്ചു. വാർത്ത ശ്രദ്ധിച്ചു. എന്തായാലും അത് പുറത്തു കൊണ്ടുവന്നതിൽ 24-നെ അഭിനന്ദിക്കുകയാണ്. അത് അറിഞ്ഞ ഉടൻ തന്നെ എക്സൈസ് മിനിസ്റ്ററെയും എക്സൈസ് കമ്മീഷണറും വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. എക്സൈസ് കമ്മീഷൻ പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വണ്ടിത്താവളത്തെ വീട്ടിൽ നിന്ന് പിടികൂടിയ മദ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ 7 മണിക്കാണ് 24 ഇത് സംബന്ധിച്ച വാർത്ത നൽകിയത്. വീട്ടിൽ നിന്ന് അനധികൃതമായി മദ്യവിൽപ്പന നടത്തുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ദേവിയെ ഇതിനോടകം തന്നെ പിടികൂടിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ മദ്യവിൽപ്പന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ഇതേ തുടർന്നാണ് നമ്മുടെ സംഘവും ഇന്നലെ വൈകിട്ട് ഇവരുടെ വീട്ടിലെത്തുകയും അവിടെ നിന്ന് ഇവരുടെ മദ്യം വിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും അവരുടെ മദ്യം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ വാർത്ത പുറത്തുവിട്ടത്. എന്തായാലും
ഏതായാലും വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എക്സൈസ് വകുപ്പ് ഇടപെടുകയും ആ വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തു. ആ സമയത്ത് ഇവർ അവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു, ആ വീട്ടിൽ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ള 5 ലിറ്റർ മദ്യമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്, വിദേശ മദ്യമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. കൂടുതലിടങ്ങളിൽ ഇനി പരിശോധനകൾ കർശനമാക്കുമെന്നാണ് എക്സൈസ് കമ്മീഷണർ അടക്കം അറിയിക്കുന്നത്. മന്ത്രി എം പി രാജേഷ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ വീട്ടിലെ മദ്യവിൽപ്പനയെ വളരെ ഗൗരവത്തിൽ കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ സ്ഥലം MLA മന്ത്രിയുമായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ മറ്റ് കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവിടെയും പരിശോധനകൾ വ്യാപകമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിലുള്ള ഇടപെടൽ നടത്തി എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.